ഹായ്, ഞാൻ ഉണ്ണിക്കണ്ണൻ മംഗൾഡാം. ഇന്ന് എന്റെ കൊട്ടാരത്തിലേക്ക് ഒരു വിശിഷ്ട അതിയുണ്ട്. സിനിമകളിൽ കൂടെ സ്റ്റാർ മേജിക്കും കൂടെ തകർത്ത് കോമഡിയും ചിരിപ്പിച്ച് നമ്മുടെ സ്വന്തം എന്താ പറയാ വിജയ് സാറിന്റെ കൂടെ അഭിനയിച്ച് തെരിയിൽ വില്ലനായും കുറെ സിനിമകൾ താരനിരകളുടെ ഓട് അഭിനയിച്ച സ്വന്തം വിനീഷേട്ടൻ ടീം. സ്വാഗതം വിനീഷേട്ടാ. ടീമേ അടിപൊളി. ഇനി തൊഴിലാളി ദിനമാണ്ടാ. ശരിക്കും പറഞ്ഞു ഞാൻ ഈ വിശിഷ്ടാതിഥി ഒന്നുമല്ല, ഞാനൊരു തൊഴിലാളിയാണ്. ഒരു തൊഴിലാളി മറ്റൊരു തൊഴിലാളിയെ കാണാൻ വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പൊ ഉണ്ണിക്കണ്ണന്റെ കൊട്ടാരത്തിലേക്ക് വന്നേക്കുന്നതാണ്. ഉണ്ണിക്കണ്ണൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ വീട്ടിലാണ് താമസിക്കണേന്ന്. അപ്പൊ ഞാൻ നേരിട്ട് വന്ന് കണ്ടേക്കുന്നതാണ്. ഇന്ന് ഉണ്ണിക്കണ്ണനെ മാത്രം കാണാൻ വേണ്ടി ഒന്നുമല്ല, മംഗലം ഡാമിൽ ഒരു ഉദ്ഘാടനമുണ്ട്, ജിമ്മിന്റെ ഉദ്ഘാടനമുണ്ട്. അപ്പൊ ആ പോസ്റ്ററിൽ, എന്റെ പോസ്റ്ററിൽ അടിയിൽ മംഗലം ഡാം എന്ന് എഴുതിയേക്കുന്നത്. മംഗലം ഡാം എന്ന് പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരാളുടെ പേര് ഓർമ്മ വന്നത്, ഉണ്ണിക്കണ്ണൻ മംഗലം ഡാം. അപ്പൊ ഉണ്ണിക്കണ്ണന്റെ വീട് ഇവിടെ അടുത്താന്ന് പറഞ്ഞ് ഒരുമിച്ചാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. വളരെ സന്തോഷം. ഈ കൊട്ടാരത്തിലേക്ക് എന്നെ കയറ്റുവാ. ഇത് അച്ഛൻ, ഇത് അച്ഛൻ, ഇത് അമ്മ, അനിയൻ, ഇത് പെങ്ങളുടെ കുട്ടി, പെങ്ങള്. ഞാൻ ആദ്യമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വീട് വെച്ചാന്ന് പറഞ്ഞാൽ സമ്മതിക്കുവോ? ഒരിക്കലും സമ്മതിക്കില്ല. ചോർന്നൊലിക്കണ ഓലപ്പരന് താഴെ എത്രയോ പേര് വഴിയിൽ കൊതുവടി കൊണ്ട് കിടക്കുന്ന എത്രയോ പേരുണ്ട്. അവർക്ക് വീട് വെച്ചു കൊടുക്കട്ടെ. ഇതെനിക്ക് കൊട്ടാരമാണ് മക്കളെ. അയ്യോ, ഇത് ഭയങ്കര സംഭവമായി പോയിട്ടാ. ശരിക്കും തന്നെ ഒരു ചെറുപ്പക്കാരൻ, ഭയങ്കര ആരോഗ്യമുള്ള മനുഷ്യനാണ് ഉണ്ണിക്കണ്ണൻ. സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസയിൽ നിന്നാണ് വീട് വെക്കുള്ളൂ. ഇത് ഭയങ്കര സാധാരണ എല്ലാവരും ഒന്ന് കുഴപ്പമില്ല, ആരെങ്കിലും വീട് വെച്ച് തന്നാൽ കുഴപ്പമില്ലെന്ന് പറയണ. ഇത് ഭയങ്കര ശരിയാണ് ഉണ്ണിക്കണ്ണൻ പറഞ്ഞത്. നമ്മളൊക്കെ രാത്രിയൊക്കെ സഞ്ചരിക്കാൻ ഒരുപാട് പേര് അല്ലെ, കടത്തിണ്ണയിലും കൊതുക് കടിയെ കൊണ്ട് വീടൊന്നും ഇല്ലാതെ ഫാമിലിയൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ വെറുതെ റോഡ് സൈഡിലേക്ക് കിടക്കാം. അവർക്കൊന്നും വീടില്ല. ഉണ്ണിക്കണ്ണൻ ഇങ്ങനത്തെ ഒരു ഷെഡെങ്കിലും ഉണ്ട്. ഉണ്ണിക്കണ്ണൻ പറയണേട്ടാ, ഉണ്ണിക്കണ്ണൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വീട് വെച്ചോട്, എനിക്ക് വേണ്ടെന്ന് പറയണത്. രണ്ടാൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടാ, ഈ ഫെയിം വെച്ച് വീട് വെച്ച് തരാം. പിന്നെ ഒരു ചാനലുകാരും പറഞ്ഞു, ഉണ്ണിക്കണ്ണൻ അങ്ങനെയുള്ള ഒരു വീട് വേണ്ട, ഈ ചെറിയ വീടാണ്, ഈ കൊട്ടാരമെങ്കിൽ അത് മതി. പിന്നെ ചോർന്നൊലിക്കുന്ന ഓലപ്പേരിന് താഴെ കുറെ കണ്ണ് കലങ്ങി സങ്കടപ്പെട്ട് സിനിമയിൽ അഭിനയിക്കാൻ നടന്നു. അപ്പോഴും സിനിമകളിൽ കുറെ ഡയറക്ടർമാരും നടന്മാരും എന്നെ വിളിച്ച് വേഷം തന്നു. വിജയണ്ണൻ തൊഴിൽ കയറ്റ പോലെ ഇതേപോലെ തൊഴിൽ കയറ്റപ്പോ ജീവിതം മാറി. അല്ല ടീമേ, വിജയ് സാറ് കാരണം രക്ഷപ്പെട്ട രണ്ട് ടീമാണ് നിൽക്കണേട്ടാ. ഞാൻ ഈ കൊട്ടാരത്തിലേക്ക് കയറിക്കോട്ടെ. നീ ഒരു കട്ടൻ ചായ വേണോട്ടാ? ഓ തീർച്ചയായിട്ടും. എനിക്ക് നിങ്ങളുടെ ആ പ്രസ്താവന എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ വീട് കണ്ടിട്ട് ആരെങ്കിലും വെച്ചേരോന്ന് വെച്ചാൽ വേണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഭയങ്കര വലിയ മനസ്സാണ്. ശരി, ഇരിക്കേട്ടാ.